ഇന്ന് ഡിസ്ചാർജാ. ആ അമ്മ അവളോട് സംസാരിച്ചോ? എന്നെ ചോദിച്ചോ അവള്? ഈ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ എന്താ ഒന്നും പറയാത്തെ? വരുൺ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഏത് തരത്തിലാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുള്ള പേടിയിലാണ് ഞാനും അമ്മയും. എന്താ ഏട്ടൻ കാര്യം പറ. എന്താന്ന് പറയട്ടാ? സൂര്യ ചോദിച്ചത് കേട്ടില്ലേ? കുറച്ചു മുമ്പ് ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക 3 മാസം ഗർഭിണിയാണ്. എന്തൊക്കെയാടാ ഈ പറയുന്നേ? അത് എങ്ങനെ സംഭവിക്കാനാ? ശരിയാ അമ്മേ, ടെസ്റ്റുകൾക്ക് ശേഷമാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നാ പ്രാന്തുണ്ടോ? അതാ സുകുമാരി മുത്തശ്ശി പറയിപ്പിച്ചതായിരിക്കും. എന്ത് കുതന്ത്രം അവർക്ക് അറിയാത്തത്? അമ്മേ, പ്രിയങ്കയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നാണല്ലോ അവർ കരുതിയിരിക്കുന്നത്. അതിന് പകരം നമ്മളൊന്ന് പേടിപ്പിക്കണ്ടേ? വരുൺ, ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിലോ, അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിലോ? അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അവക്ക് ഓർമ്മ വരുമ്പോ അവളോട് തന്നെ ചോദിക്കട്ടെ. കുറെ കാലം നാടോടി കുടിയിൽ കഴിഞ്ഞല്ലേ, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മോളെ രാധികെ, നീ എന്താ ഇത് കേട്ടിട്ടൊന്നും പറയാത്തെ? ഞാൻ വീട്ടിലെ കാര്യം ആലോചിക്കാം. അച്ഛനും അമ്മ ഇതറിയുമ്പോ അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? എത്ര കാലമായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അച്ഛന്റെ അമ്മയുടെ മുൻപിൽ എത്താൻ തുടങ്ങിയിട്ട്. എന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചെന്നുള്ള സമാധാനത്തില ആ പാവങ്ങൾ ഇപ്പൊ കുറച്ചു നേരമെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങുന്നത്. പക്ഷെ സ്വന്തം മോളുടെ ഈ അവസ്ഥ അറിഞ്ഞ പിടിച്ചു നിൽക്കാൻ പറ്റും അവരെ കൊണ്ട്? മോളെ, ചില വേദനിപ്പിക്കുന്ന സത്യങ്ങള് ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. ബോധമില്ലാതെ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടി നടന്നപ്പോ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കും.